ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഹോസ്റ്റിംഗ് സ്പേസ് പർച്ചേസ് ചെയ്യാതെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഗൂഗിൾ സൈറ്റ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഡൊമൈൻ കണക്ട് ചെയ്തിട്ടും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഡൊമൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റേഞ്ചർ വഴി ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഹോസ്റ്റേഞ്ചർ വഴി പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹോസ്റ്റേഞ്ചർ വഴി പർച്ചേസ് ചെയ്തിട്ടുള്ള ഡൊമൈൻ എങ്ങനെ നമുക്ക് ഗൂഗിൾ സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് നമുക്ക് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കോഡിങ് അതേപോലെ തന്നെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് അറിയണമെന്നില്ല. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചെടുക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഗൂഗിളിൽ വരിക, എന്നിട്ട് ഗൂഗിൾ സൈറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെർച്ച് റിസൾട്ട് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിൾ സൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലാങ്ക് സൈറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. നേരെ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജ് ആയിട്ടുള്ള വെബ്സൈറ്റ് സെറ്റ് ചെയ്യാം, സിംഗിൾ പേജ് വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ്. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും ഈ ഒരു പേജ് ടൈറ്റിൽ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ ഒരു പേജ് വേണം നമ്മൾ വെബ്സൈറ്റായിട്ട് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഓപ്ഷൻസുകൾ പരിചയപ്പെടുത്തി തരാം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസേർട്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് അതുപോലെ ഇമേജസ്, അതായത് ഈ ഒരു പേജിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത്. കണ്ടൻറ്റ് ബ്ലോക്സ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും. ബട്ടൺസ്, അതേപോലെ തന്നെ യൂട്യൂബ്, കലണ്ടർ, മാപ്പ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പേജസ് എന്നുള്ളതിൽ വരിക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ന്യൂ പേജസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏത് തരം പേജുകളൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എബൌട്ട് അസ് എന്നുള്ളൊരു പേജ് എനിക്ക് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ എബൌട്ട് അസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോമിൻ്റെ തൊട്ടടുത്തായിട്ട് എബൌട്ട് അസ് എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസസിന് വേണമെന്നുണ്ടെങ്കിൽ സർവീസസ് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി കോൺടാക്റ്റസ് പേജ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റസ്. ഇപ്പോൾ 4 പേജ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിലുള്ള കണ്ടൻറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സർവീസസ് പേജിലുള്ളത്, എബൌട്ട് അസ് പേജിലുണ്ട്, ഹോം പേജിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പേജസിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പേജിൽ സിംഗിൾ പേജ് വെബ്സൈറ്റാണ് ഞാൻ ഈ ഒരു ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കോൺടാക്റ്റസ്, എബൌട്ടസ് എന്ന് പറഞ്ഞ പേജുകളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺടാക്റ്റസ്, സർവീസസ് പേജ്, എബൌട്ടസ് പേജിൻ്റെ ഈ ഒരു പൊസിഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി താഴേക്ക്. ഇപ്പോൾ എബൌട്ടസ് നിങ്ങൾക്ക് ഹോം പേജിൻ്റെ തൊട്ടടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നേരെ എബൌട്ടസ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എബൌട്ടസ്, സർവീസസ്, കോൺടാക്റ്റസ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ തീമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീം ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലുള്ള ഏതെങ്കിലും ഒരു മോഡൽസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിലുള്ള തീമിൽ സിമ്പിൾ എന്നുള്ള ഈ ഒരു തീം ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ആദ്യം നിങ്ങൾക്ക് ഒരു ലോഗോ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും ആഡ് ലോഗോ എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ആഡ് ലോഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ബ്രാൻഡ് ഇമേജസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലോഗോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ലോഗോ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ ഹെഡറിൽ നമ്മൾ ഇമേജസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഭംഗിയുണ്ടായിരിക്കും കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലോഗോ ആഡ് ചെയ്യുന്നില്ല. ലോഗോ ആഡ് ചെയ്യുന്ന പകരം ഞാൻ ആ ബ്രാൻഡിൻ്റെ പേര് മാത്രം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ലാപ്ടോപ്പ് സർവീസ് എന്നുള്ള ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെമോ വെബ്സൈറ്റാണ് ഞാനിതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പേര് ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ മെനു ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡർ ടൈപ്പുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഹെഡർ ടൈപ്പ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കവർ പേജ് പോലെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതല്ല ലാർജ് ബാനർ പോലെ സെറ്റ് ചെയ്യണമെങ്കിൽ ബാനർ പോലെ സെറ്റ് ചെയ്യാം. ചെറിയ ബാനർ ആണെങ്കിൽ ചെറിയ ബാനർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ടൈറ്റിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടൈറ്റിൽ മാത്രം മതി എന്നുള്ളതൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എബൌട്ടസ് പേജിൽ നിങ്ങൾക്ക് ഈ ബാനർ പേജ് വേണ്ട, ജസ്റ്റ് ടൈറ്റിൽ മാത്രം മതി എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ലാർജ് ബാനർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബാനറിൻ്റെ ഉള്ളിൽ ഒരു ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും ഇമേജസ് എന്നുള്ളത്.
അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ഇമേജസിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജ് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഒരു ഇമേജ് ഇതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണാൻ പറ്റും ഞാനൊരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വെബ്സൈറ്റിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഈ ഒരു ടൈറ്റിൽ പേസ്റ്റ് ചെയ്തപാട് ഈ ഒരു ടൈറ്റിൽ വളരെ ചെറുതായി. ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, കൺട്രോൾ അടിച്ചിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും നോർമൽ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈറ്റിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ ജസ്റ്റ് അത് വലുതായിട്ട് തന്നെ വന്നു. ഇനി ഞാൻ ആ ടൈറ്റിലിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോൺ സ്റ്റൈലൊന്ന് മാറ്റുന്നുണ്ട്. ഞാനിവിടെ ഇതിൻ്റെ ലൈൻ സ്പേസ് കുറച്ച് കൊടുത്തു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈൻ ആൻഡ് പാരഗ്രാഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് സിംഗിൾ ആക്കിയിട്ട് കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് സിംഗിൾ എന്നുള്ളത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഞാൻ ഹെഡറിൻ്റെ ഭാഗം ഞാൻ പൂർത്തീകരിച്ചു. ഇനി അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അബൌട്ട് അസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു. എന്നിട്ട് ഇവിടെ ഒരു കണ്ടൻറ്റ് ബ്ലോക്ക് ആഡ് ചെയ്യുകയാണ്. ഒരു കണ്ടൻറ്റ് ബ്ലോക്ക് ആഡ് ചെയ്തു. ഇനി ഇതിലേക്കൊരു ഇമേജസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്ലസ് ബട്ടൺ എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ഇമേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരത്തെ അതേപോലെ തന്നെ ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഫോൺ സ്റ്റൈലും ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അബൌട്ട് അസ് ആഡ് ചെയ്തു. ഇനി വൈ ചൂസേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യണം. ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്യണമെന്നില്ല. ഇനി ഇതിലേക്കുള്ള കണ്ടൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു കണ്ടൻറ്റ് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് കോപ്പി ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഈ ഒരു ആഫ്റ്റർ ബിഫോർ എന്നുള്ള സ്പേസ് ചിലപ്പം കിടക്കാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ലൈൻ ആൻഡ് പാരാഗ്രാഫ് സ്പേസിംഗ് എന്നുള്ളതിൽ വന്നിട്ട് അത് റിമൂവ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണാൻ പറ്റും അലൈൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്ററാക്കി കൊടുക്കാം. എന്നിട്ട് ഫോൺ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വൈ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തണം. കാരണം ഇതിലൊരു കണ്ടിന്യൂഷൻ കിട്ടില്ല. കാരണം ഇനി ഞാനിതിൻ്റെ സ്റ്റൈലിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്താൻ പോവാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ നോക്കി കഴിഞ്ഞാൽ ഈ അബൌട്ടസിൻ്റെ താഴെ തന്നെ, അതായത് ഇപ്പം അബൌട്ടസിൻ്റെ താഴെ തന്നെയാണ് വൈ ചൂസേഴ്സ് എന്നുള്ളത്. അപ്പം ഇതിങ്ങനെ ഒരേ കളറിൽ വരുമ്പം ഒരു ഭംഗി ഉണ്ടാവില്ല കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ വൈ ചൂസേഴ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ കളർ ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നേരെ ഇവിടുത്തെ സൈഡിൽ ഇപ്പോൾ അതായത് ഈ ഒരു സെക്ഷൻ നിങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാൻ പറ്റും. മുകളിൽ ചെറിയ 2 ഡോട്ടിൽ 2 സെക്ഷനാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആദ്യം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ സെക്ഷൻ കളേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ സ്റ്റൈൽ 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിലും സ്റ്റൈൽ 2 കൊടുക്കുക. ഇനി നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇപ്പോൾ കാണാൻ പറ്റും, കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു അപ്പിയറൻസിൽ തന്നെ ഒരു മാറ്റം വരും. ഇനി അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സർവീസസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്യാണ്. എന്നിട്ട് ജസ്റ്റ് സെൻറ്ററിലേക്ക് മാറ്റാം.
അതേപോലെ തന്നെ ഫോൺ സ്റ്റൈൽ മാറ്റി കൊടുക്കാം. ഇനി കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കണ്ടൻറ് ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു 3 ബ്ലോഗ്സ് ഇവിടെ ആഡ് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഞാനൊരു ടാബ്, അതേപോലെ തന്നെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ 3 സർവീസ് കാറ്റഗറിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ട കണ്ടൻറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സർവീസസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം 3 സർവീസ് കാറ്റഗറിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ അവർ സർവീസസ് എന്നുള്ളതിൽ 3 സർവീസ് കാറ്റഗറി ആഡ് ചെയ്തു. ലാപ്ടോപ്പ് റിപ്പയർ സർവീസ്, അതേപോലെ തന്നെ മൊബൈൽ റിപ്പയർ സർവീസ്, ടാബ് റിപ്പയർ സർവീസ്. അപ്പോൾ ഇത് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ചുള്ള 3 സർവീസുകൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്യുകയാണ്. പല ബിസിനസ്സുകൾക്കും അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഈ ഒരു വെബ്സൈറ്റ് നോക്കുന്ന ആളുകൾക്ക് ഒന്നും കൂടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനലിൻ്റെ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിലൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് വീഡിയോ ആഡ് ചെയ്യാം. വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എംബഡഡ് കോഡ്, അതായത് യൂട്യൂബ് വീഡിയോയുടെ എംബഡഡ് കോഡ് കോപ്പി ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോയുടെ URL-ലും ഇവിടെ കോപ്പി ചെയ്യാം. ഇവിടെയാണ് എംബഡഡ് കോഡ് കോപ്പി ചെയ്യേണ്ടത്. ഇവിടെ URL-ലും കോപ്പി ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലാപ്ടോപ്പ് റിപ്പയർ എന്നുള്ളൊരു വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ എംബഡഡ് വീഡിയോ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വീഡിയോൻ്റെ URL ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് വലുതാക്കിയിട്ട് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു സെക്ഷന് നേരത്തെ അതേപോലെ തന്നെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൽ ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് എങ്ങനെ ആഡ് ചെയ്യുക നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഈ അബൌട്ട് അസിൻ്റെ താഴെ ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ബട്ടൺ എന്നുള്ള ഈ ഒരു ഇൻസേർട്ടിൽ വന്നിട്ട് ബട്ടൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ജസ്റ്റ് റീഡ് മോർ എന്നുള്ളത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഒന്നിൽ കൂടുതൽ പേജസുകളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഈ അബൌട്ട് അസിൻ്റെ റീഡ് മോർ കൊടുക്കണമെന്ന് നേരെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അബൌട്ട് അസ് എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് എനിക്കിവിടെ വേണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് മുകളിലാണ് വേണ്ടത്. അപ്പോൾ അതിന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ഇട്ടു. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ മാപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന് മുമ്പ് ഞാനൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് മാപ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൊക്കേഷന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൻ്റെ പേര് ഇവിടെ സെർച്ച് ചെയ്താൽ തന്നെ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ ജസ്റ്റ് ഒരു പേര് സെർച്ച് ചെയ്തിട്ട് ഒരു ഗൂഗിൾ മാപ്പ് ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ലിസ്റ്റ് ചെയ്ത ബിസിനസ് ആണെങ്കിൽ ഓൾറെഡി അവിടെ കാണിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. എപ്പോഴും നിങ്ങൾ ഫോൺ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. എന്നിരുന്നാലേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ജസ്റ്റ് ഞാൻ ആ ഒരു ടെക്സ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ഫൂട്ടർ ആഡ് ചെയ്യാം. ആഡ് ഫൂട്ടർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ ഐക്കൺസ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ ലിങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്ക് എന്നുള്ള സെർച്ച് ചെയ്യുക. ഞാൻ ഈ ഒരു ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇൻസേർട്ട് എന്നുള്ള കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഓൾമോസ്റ്റ് ക്ലിയർ ആയി. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പേജുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഡിസൈൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. സർവീസസ് പേജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റിൽ ഞാൻ സെറ്റ് ചെയ്ത ഈ ഫോട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനില്ല. ഈ ഒരു ഫോട്ടറിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ സെക്ഷൻ എല്ലാ പേജിൻ്റെ താഴെയും വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എബോട്ടസ് ക്ലിക്ക് ചെയ്തപ്പം താഴെ ഫോട്ടറിൽ നമ്മളുടെ ആ ഒരു സോഷ്യൽ ലിങ്ക്സുകൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഹോം പേജിൽ ജസ്റ്റ് ഒരു സിംഗിൾ പേജ് വെബ്സൈറ്റ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു വ്യൂ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണാൻ പറ്റും പ്രിവ്യൂ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഓവർവ്യൂ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മൊബൈൽ വ്യൂ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ടാബിൽ എങ്ങനെയാണ് വരിക. അപ്പോൾ ഇത്രയാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതെങ്ങനെ പബ്ലിഷ് ചെയ്യാന്നുള്ളത് നോക്കാം. പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പബ്ലിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ഡൊമൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം ഡൊമൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ലാസ്റ്റിൽ എങ്ങനെ കസ്റ്റം ഡൊമൈൻ കണക്ട് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഡൊമൈൻ വെച്ചിട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഡൊമൈനൊന്നും വേണ്ട, ഡൊമൈനൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പേരിൽ എനിക്ക് സെറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പേര് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ പേര് എങ്ങനെയാണ്, ഇപ്പോൾ ഈ ഫ്രീ ഡൊമൈനിൽ വരുന്ന പേര് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും. ആദ്യം site.google.com എന്ന് കഴിഞ്ഞിട്ടായാലും ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ പേര് വരിക. പബ്ലിഷ് എന്ന് കൊടുക്കുകയാണ്. പബ്ലിഷ് എന്ന് കൊടുത്തിട്ട് പബ്ലിഷ് എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് പബ്ലിഷ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യൂ പബ്ലിഷ് സൈറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും സൈറ്റ് google/view ലാപ്ടോപ്പ് സർവീസ് കാലിക്കറ്റ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ URL വന്നിട്ടുള്ളത്. ഈ ഒരു URL നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാം, അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ആ വെബ്സൈറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായി എങ്ങനെ നമുക്ക് നമ്മുടെ ഓൺ ഡൊമൈന് ഇതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാൻ ഹോസ്റ്റേഞ്ചറിലാണ് ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോസ്റ്റേഞ്ചറിൽ നിന്ന് ഡൊമൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൊമൈനുമായിട്ട് എങ്ങനെ ഈ ഗൂഗിൾ സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയുള്ള ഡൊമൈൻ നെയിം ഹോസ്റ്റേഞ്ചറിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഡൊമൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിൾ സൈറ്റിൽ വന്നിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം ഡൊമൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. തുടർന്ന് സ്റ്റാർട്ട് സെറ്റപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൊമൈൻ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോസ്റ്റേഞ്ചർ ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ഡാഷ്ബോർഡിൽ ഡൊമൈൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് ഡൊമൈൻ നെയിം കോപ്പി ചെയ്യാം. ആ ഡൊമൈൻ നെയിം
നേരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ പറ്റുക. കണ്ടോ, വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്, അതായത് നമ്മുടെ ഡൊമൈൻ വെരിഫൈ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ടാവും വെരിഫൈ യുവർ ഓണർഷിപ്പ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിലെ സെർച്ച് കൺസോളിലേക്ക് വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾ ഡൊമൈൻ നെയിം പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇതുപോലൊരു പേജ് വരും. അപ്പോൾ ഈ പേജിൽ പറഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് റെക്കോർഡ് നമ്മളുടെ ഡൊമൈൻ നെയിമിൻ്റെ DNS കൊണ്ടിട്ട് ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹോസ്റ്റ് റേഞ്ചറിൽ വന്നിട്ട് നിങ്ങളുടെ ഡൊമൈനെ നേരെ കാണാൻ പറ്റും മാനേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് DNS നെയിം സെർവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാനേജ് DNS റെക്കോർഡ് എന്നുള്ളത്. അപ്പോൾ താഴെ ഒരുപാട് റെക്കോർഡ്സ് കാണാൻ പറ്റും. ഞാൻ ഈ ഓൾറെഡി റെക്കോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ ഇവിടെ മാനേജ് DNS റെക്കോർഡ് എന്നുള്ളടത്ത് വന്നിട്ട് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ @ തന്നെ കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റ് വാല്യൂ എന്നുള്ളടത്ത് ഈ ഒരു കാര്യം കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് ആഡ് റെക്കോർഡ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു റെക്കോർഡും കൂടെ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഇത് ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡൊമൈൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ ഇവിടെ ഒന്നുകൂടെ നിങ്ങളുടെ ഡൊമൈൻ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതൊന്നുകൂടെ ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു റെക്കോർഡും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ DNS കൊണ്ടുപോയിട്ട് ആഡ് ചെയ്ത പോലെ ആഡ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അഡ്രസ്സ്, അതായത് ഈ www ഇവിടെ കൊടുക്കണം. തൊട്ട് താഴെ ഈ ഒരു അഡ്രസ്സ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് നേരത്തെ നമ്മളുടെ റെക്കോർഡ് ആഡ് ചെയ്ത് അവിടെ തന്നെ വന്നിട്ട്, ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്യുക. ടൈപ്പിൽ പോയിട്ട് CNAME എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ www എന്ന് കൊടുക്കുക. ഡോട്ട് കൊടുക്കണമെന്നില്ല, www എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ അവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്തത് ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആഡ് റെക്കോർഡ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ സൈറ്റുമായി ഡൊമൈൻ കണക്ട് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഡൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അസൈൻ ഡൊമൈൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കിലൂടെ കാണിക്കും. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, നിങ്ങളുടെ ഡൊമൈൻ നെയിം ഇവിടെ കാണാൻ പറ്റും. ഇത്രയാണുള്ളത്. ഈ കണക്ട് ചെയ്ത ഡൊമൈൻ നെയിം ഒന്ന് ജസ്റ്റ് അപ്പായിട്ട് വരാൻ ഒരു 48 hours വരെ മാക്സിമം എടുക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ റെഡി ആവും. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.